ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണി സി എം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മിക്ക ആളുകളെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമായ ഗ്യാസ് ട്രബിൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഗ്യാസ് ട്രബിൾ എന്നത്. ചിലർക്കിത് നെഞ്ചിരിച്ചിലാകാം, മറ്റു ചിലർക്ക് പുളിച്ചത് കെട്ടലാകാം, ചിലർക്ക് നെഞ്ചിൽ ഭാരം ഉള്ളതുപോലെ അനുഭവപ്പെടാം, ഗ്യാസ് വന്ന് വയറ് വീർത്തിരിക്കുന്നത് പോലെ ഉള്ള തോന്നലുണ്ടാകാം. ഇവയെല്ലാം വരുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ തകരാറ് കൊണ്ടാണ്. അതായത് നമ്മുടെ അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ എന്നിവയിലുള്ള രോഗങ്ങളുടെ ലക്ഷണം കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഗ്യാസ് ട്രബിൾ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ് ഉള്ളത്. 1. തെറ്റായ ആഹാരക്രമം. 2. രോഗാവസ്ഥ കൊണ്ട് ഉണ്ടാകുന്നത്. 3. മാനസിക പ്രശ്നം കൊണ്ടുണ്ടാകുന്നത്. 4. മലബന്ധം കൊണ്ടുണ്ടാകുന്നത്. ഇതിൽ ആദ്യത്തേത് തെറ്റായ ആഹാരക്രമം കൊണ്ടുണ്ടാകുന്നത് സമയം തെറ്റിയുള്ള ഭക്ഷണം കഴിക്കൽ, അമിതമായുള്ള ഭക്ഷണം കഴിക്കൽ, അതുപോലെ തന്നെ വേഗത്തിലുള്ള ഭക്ഷണം കഴിക്കൽ എല്ലാം ഇതിന് കാരണമാകുന്നതാണ്. ഇതിൽ തന്നെ അമിതമായുള്ള എരിവ്, അതുപോലെ തന്നെ പുളി കൂടിയ ഭക്ഷണങ്ങൾ, പയറ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പുകവലി, മദ്യപാനം ഇവയെല്ലാം ഇതിന് കാരണമാകുന്നു. ഇനി രണ്ടാമത് പറഞ്ഞ രോഗാവസ്ഥ കൊണ്ടുണ്ടാകുന്ന ഗ്യാസ് ട്രബിളാണ് ഗെർഡ്, പെപ്റ്റിക് അൾസർ, IBS, അമിതമായ ദഹനരസത്തിൻ്റെ ഉത്പാദനം ഇവ ഒക്കെ പോലെയുള്ള രോഗാവസ്ഥ കൊണ്ട് ഉണ്ടാകുന്നത്. മൂന്നാമത്തേത് ടെൻഷൻ, ദേഷ്യം, വിഷമം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ 4-മത്തേത് കൃത്യസമയത്ത് മലശോധനം ചെയ്യാതെയും ആവശ്യത്തിന് വെള്ളം കുടിക്കാതെയും അതുപോലെ തന്നെ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാതെയും നമ്മളായിട്ട് തന്നെ വരുത്തി വെക്കുന്ന മലബന്ധമാണ്. ആയുർവേദത്തിൽ ഇതിന് കൃത്യമായ ചികിത്സ ലഭ്യമാണ്. മരുന്നിനോടൊപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുന്നതിലും ഒരു ചിട്ട പാലിക്കേണ്ടതാണ്. അതോടൊപ്പം നിലവിൽ കഴിക്കുന്ന ഭക്ഷണം അല്പം കുറച്ച് അഗ്നിദീപ്തി ഉണ്ടാക്കി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിക്കുന്ന ഭക്ഷണം സാവധാനം ചവച്ചരച്ച് കഴിക്കാൻ ശീലിക്കണം. വെള്ളം കുടിക്കുന്നത് ഇളം ചൂടോടെ ആയിരിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ കിടക്കാൻ പാടില്ല. രാത്രി കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് അത്താഴം കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം ചൂടോടെയും നാരടങ്ങിയതും വേഗം ദഹിക്കാൻ കഴിയുന്നതും ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ അതിരാവിലെ ഇളം ചൂടുവെള്ളം 2 മുതൽ 3 ഗ്ലാസ് വരെ കുടിക്കുന്നത് നല്ലതാണ്. ഇത് മലശോധന ഉണ്ടാവാനും അതുവഴി രാത്രി മുഴുവൻ കെട്ടിക്കിടക്കുന്ന വയറിനുള്ളിലെ വായു പുറന്തള്ളാനും ഇത് സഹായകരമാണ്. അമിതമായുള്ള എരിവ്, പുളി, അച്ചാറ്, ഫ്രൈഡ് ഐറ്റംസ് പോലുള്ളവ ഒഴിവാക്കുക. അതുപോലെ തന്നെ തണുത്തതും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ആഹാരങ്ങൾ ചൂടാക്കിയും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ രാവിലെയുള്ള മലശോധന അത് കൃത്യമാക്കുക. അതുപോലെ തന്നെ രാവിലെ അരമണിക്കൂർ ചെറു ജോലികളോ അതല്ലെങ്കിൽ വ്യായാമമോ ചെയ്ത് ശരീരം വാമപ്പ് അല്ലെങ്കിൽ ചൂടാക്കുന്നത് നമുക്ക് ശരീരത്തിനുള്ളിലെ ജഠരാഗ്നി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ അതുപോലെ എക്സർസൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 80% ആളുകൾക്കും ജീവിതശൈലി അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ മാറുന്നതാണ്. പിന്നീട് വരുന്ന 20% മാനസികവും മറ്റ് രോഗങ്ങൾ കാരണവും ആണ് ഉണ്ടാകുന്നത്. അതിന് പരിശോധനയിലൂടെ ആ രോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുന്നതിലൂടെ നിലവിലുള്ള ഗ്യാസ് ട്രബിൾ മാറുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകളുമായി വീണ്ടും കാണാം. നന്ദി.